രഞ്ജിനി ഹരിദാസിന്റെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരം കുറക്കാൻ വേണ്ടി താൻ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് രഞ്ജിനി അറിയിച്ചത്. എന്നാൽ രഞ്ജിനിയുടെ നില ഗുരുതരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതാ തന്റെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിയെ കുറിച്ച് രഞ്ജിനി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 7ാം ദിനത്തിൽ രഞ്ജിനി പങ്കുവച്ച കുറിപ്പുകളാണ് ഇപ്പോൾ ഏറെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിനി പറയുന്നത് ഇങ്ങനെ: വാട്ടർ ഫാസ്റ്റിംഗിന്റെ 7ാം ദിവസം എത്തിയിരിക്കുന്നു. എനിക്കൊരു ഗാങ്സ്റ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. 21 ദിവസമുള്ള ഇതുപോലൊരു യാത്രക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ 2ഓ 3ഓ ദിവസം പോലും കടക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല. അപ്പോഴാണ് 7ാം ദിവസം. അവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും മനസ്സും ശ്രദ്ധയും ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് ശ്രമിച്ചാൽ എന്തും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. എനിക്ക് 2 ആഴ്ചകൾ കൂടി താണ്ടാനുണ്ട്. അടുത്ത ആഴ്ചയും വെള്ളം മാത്രമുള്ള ഫാസ്റ്റിംഗ് ആണ്. അവസാനത്തെ ആഴ്ചയിൽ പുതിയ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചു തുടങ്ങും. ആ ആദ്യത്തെ പഴം കഴിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. അതേക്കുറിച്ച് ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അതിന് കാത്തിരിക്കാനല്ലാതെ വേറെ ഒന്നിനും സാധിക്കില്ല. ഞാൻ ഇവിടം വരെ എത്തി എന്ന വസ്തുത ആഘോഷിക്കാം. ഈ അനുഭവം എന്നെ അമ്പരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 7 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നിട്ടും ഒരു നോർമൽ വ്യക്തിയെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കണ്ടീഷൻഡ് ആണെന്നും തുടർച്ചയായി ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നുമാണ് ചിന്തിക്കേണ്ടത്. വെള്ളത്തിന്റെ ശക്തി കുറച്ച് കാണരുത്, അത് മാന്ത്രികമാണ്. വാട്ടർ ഫാസ്റ്റിംഗിന്റെ ഗുണങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങളോട് അതേക്കുറിച്ച് വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനിയുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.